നമസ്കാരം, സ്റ്റാർ ചാറ്റിലേക്ക് സ്വാഗതം. ഞാൻ അഴകൻ എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്ന അഴകനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്റ്റാർ ചാറ്റിലേക്ക് സ്വാഗതം. ആദ്യമായി എങ്ങനെയാണ് താങ്കൾ സിനിമയിൽ എത്തപ്പെട്ടത്? ആക്ച്വലി ഈവൻ ഫ്രോം മൈ ചൈൽഡ്ഹുഡ് സിനിമ എനിക്ക് വളരെ ക്രേസ് ആയിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാനുള്ള സിനിമയിലെ ഭാഗങ്ങൾ ഇങ്ങനെ കർണാടകയുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുമായിരുന്നു. ആ ഒരു താല്പര്യമാകുമ്പോൾ എന്നെ സിനിമയിൽ എത്തിച്ചത്. ഞാൻ അഴകൻ എന്ന ചിത്രത്തിൽ താങ്കൾ നായകനായി കാസ്റ്റ് ചെയ്യപ്പെടാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. എന്താണെന്ന് പറയാമോ? ഞാൻ MBBS തേർഡ് സെമസ്റ്ററിന് എക്സാം എഴുതാനിരിക്കുമ്പോഴാണ് ഭാഗ്യ ശങ്കർ സാർ എന്നെ സിനിമയിലേക്ക് വിളിച്ചത്. MBBS ഷുവറായിരുന്ന റാങ്കുകളൊന്നും സിനിമയിൽ അഭിനയിക്കണോ എന്നോർത്ത് ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒടുവിൽ ഭാഗ്യ ശങ്കർ സാർ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എന്റെ വഴി സിനിമയാണെന്ന് ഞാൻ തീരുമാനിച്ചു. സിനിമ കണ്ടിറങ്ങി എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ചിത്രത്തിലെ കൊറിയോഗ്രാഫിയും താങ്കളുടെ ഡാൻസ്. താങ്കളെ കണ്ടാൽ അത്ര നല്ല ഡാൻസർ ആണെന്നൊന്നും പറയില്ല. എങ്കിലും താങ്കൾ ഒരു ഇൻബോൺ ഡാൻസർ ആണോ അതോ ഏറെ നാളത്തെ പരിശ്രമത്തോടെ നേടിയെടുത്തതിന്റെ ഫലമാണോ ഈ കാണുന്നത്? തീർച്ചയായും ഞാനൊരു ഇൻബോൺ ഡാൻസർ തന്നെയാണ്. ബട്ട് ഒരു കാലത്ത് നമ്മൾ വെറുതെ അപ്ലൈ പ്രോപ്പർലി ഇൻ എനി പ്ലാറ്റ്ഫോം. കുട്ടികളുടെ ഡാഡി പറയുമായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷെ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പെട്ടെന്ന് വന്ന ഈ താരപദവിയിൽ താങ്കൾക്ക് ഒരല്പം അഹങ്കാരമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അഹങ്കരിക്കാൻ മാത്രം വലിയ ഒരാളായെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ശരിയായ രീതിയിൽ സ്വയം വിലയിരുത്തുന്ന ഒരാളാണെങ്കിൽ ഹി വോണ്ട് ബി പ്രൗഡ് അബൌട്ട് ഹിംസെൽഫ്. എനിക്ക് എന്റെ കഴിവുകൾ നന്നായി അറിയാം. ഒന്നുമില്ലാത്തവരല്ല ഇല്ലാത്ത കഴിവുകളെ കുറിച്ച് വെറുതെ ആലോചിച്ച് അഹങ്കരിക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഡ്രീം റോൾ അഭിനയിക്കുന്ന താല്പര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഗാന്ധിജി, പിന്നെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം റിക്കി പോണ്ടിങ്. ക്രിക്കറ്റ് കളിയൊക്കെ അറിയാം. അതിന് പഠിക്കാമല്ലോ. നായകനായി തമിഴ് സിനിമയിൽ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സെറ്റിൽ പെരുമാറുന്നത്. പുതിയ 4 പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചേരന്റെ വിളയാട്ട്, ബാലസാറിന്റെ ഉലമിച്ചിട്ടും കണ്ണൻ, പിന്നെ 2 പുതിയ ഡയറക്ടേഴ്സിന്റെ പ്രോജക്ട്. മലയാള സിനിമാ ലോകത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈഗോ പ്രോബ്ലമാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. പിന്നെ പ്രതിഫലത്തിന്റെ പ്രശ്നം. ഈ പരിപാടിയിൽ പ്രേക്ഷകർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ താങ്കൾക്ക്? ഇപ്പൊ പുതിയതായിട്ട് റിലീസ് ചെയ്ത സിനിമ എല്ലാവരും പോയി കാണുക. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന പണി ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നെവർ എവർ ഡു ദാറ്റ്.